ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലേക്ക് പാലസ് റിസോർട്ടിലെ എൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. ഇത് ആലപ്പുഴയിലാണ് ഈ റിസോർട്ട് ഉള്ളത്. ഇതൊരു ഫാമിലി ട്രിപ്പായിരുന്നു. ഞങ്ങൾ കാറിലാണ് ആലപ്പുഴ വരെ പോയത്. നമ്മൾ ആ റിസോർട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ഗേറ്റിൻ്റെ അവിടം വരെ നമ്മുടെ കാറ് അവർ അലോ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ബാഗെല്ലാം എടുത്ത് ഇറങ്ങി നടക്കാൻ തുടങ്ങി. അങ്ങനെ അകത്തേക്ക് വണ്ടിയൊന്നും കേട്ടില്ല. ഇനിയിപ്പോൾ എങ്ങനെ ഇത്രയും ദൂരം നടന്നു പോകുന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ബഗ്ഗി വരുന്നത്. ബഗ്ഗിയിലാണ് നമ്മളെ അവർ നമ്മുടെ റൂമിലേക്കൊക്കെ കൊണ്ടുപോകുന്നത്. അതിൻ്റെ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ ഭംഗിയായിട്ടാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ സാധിക്കുന്നില്ലേ, അത്ര ക്ലീനായിട്ടാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നല്ല ഗ്രീനറിയാണ്. പിന്നെ നമുക്ക് അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ സ്വീകരണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ചെറിയ രീതിയിലൊക്കെ. പിന്നെ നമുക്കവർ വെൽക്കം ഡ്രിങ്ക് ഒക്കെ തരുന്നുണ്ട്. പിന്നെ അവിടെ എന്തെല്ലാം ആക്ടിവിറ്റീസ് ഉണ്ട് അതിൻ്റെ ടൈമിങ്സും കാര്യങ്ങളും ഈ ബോർഡിനകത്തുണ്ട്. ഇനി അവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബൊഫേ ഉണ്ട്, അലാക്കാട്ടയുണ്ട്. രണ്ടും എക്സ്പെൻസീവ് തന്നെയാണ്. പിന്നെ ഫുഡൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡ് തന്നെയായിരുന്നു, നല്ല ഫുഡായിരുന്നു എന്ന് പറയാം. ഇനി അവിടുത്തെ റൂംസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത റൂം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിരുന്നു, നല്ല റൂം തന്നെ ആയിരുന്നു. ഈ റൂമിന് അറൗണ്ട് 8,000 ആണ് വരുന്നത്. പല റൂംസ് ഉണ്ട്, ഡിപ്പെൻസ് ഓൺ ദി പേയ്മെൻ്റ് ആണ്. പിന്നെ ഈ റൂമിൻ്റെ പുറത്തേക്ക് നമുക്ക് നല്ലൊരു ബാൽക്കണിയൊക്കെ ഉണ്ട്. നമുക്ക് ലേക്ക് അവിടെ നിന്നുകൊണ്ട് നന്നായിട്ട് കാണാനൊക്കെ പറ്റും. പിന്നെ അതിന് ചുറ്റും പല കോട്ടേജസും ഒക്കെ ഉണ്ട്. അതൊക്കെ ലേക്കിൻ്റെ സെൻട്രലായിട്ടുള്ളതാണ്. പിന്നെ പല ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു, ആർച്ചറി, അതുപോലെ ഷൂട്ടിംഗ്, ഇങ്ങനത്തെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്. പിന്നെ 24 hours വർക്കിംഗ് ജിം. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഇൻഡോർ ഗെയിംസ് ഒക്കെ ഉണ്ട്. ആൻഡ് ആയുർവേദ ആൻഡ് സ്പാ. ഇവിടെ കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്കുള്ളതാണ് ഫിഷിങ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫിഷിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. കുറേ നേരം ഞങ്ങൾ നിന്നു, പക്ഷേ മീനൊന്നും കിട്ടിയില്ല. പിന്നെ വൈകിട്ട് 5 മണി തൊട്ട് 6 മണി വരെ 1 hour ഒരു സൺസെറ്റ് ക്രൂസ് അവൈലബിൾ ആണ്. അത് നല്ലൊരു യാത്രയാണ്. ആലപ്പുഴ വന്നിട്ട് ബോട്ടിങ് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാണല്ലേ. പിന്നെ ഈ കാണുന്ന എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഇവിടെ കയാക്കിംഗ് പോലുള്ള ആക്ടിവിറ്റീസും അവൈലബിൾ ആണ്. അവിടെ പുറത്ത് നമുക്ക് നടന്ന് കാണാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഇത് കണ്ടോ, ഇതാണ് തായ്ലൻഡ് ചാമ്പയ്ക്ക എന്നാണ് ചേച്ചി പറഞ്ഞത്. അങ്ങനെ ചേച്ചി അത് എനിക്ക് പറിച്ചു തരികയൊക്കെ ചെയ്തു. ഞങ്ങൾ കഴിച്ചൊക്കെ നോക്കി. പിന്നെ അവിടെ നമുക്ക് പൂൾ അവൈലബിൾ ആണ്. അത് കോംപ്ലിമെൻ്ററി ആണ്. അതുകൊണ്ട് തന്നെ ചേച്ചിയും അണ്ണനും അത് ട്രൈ ചെയ്തു. അവർ രണ്ടുപേർക്കും നീന്തൽ ഭയങ്കര ഇഷ്ടമാണ്. രണ്ടുപേർക്കും നന്നായിട്ട് നീന്താനറിയാം. അതുകൊണ്ട് അവർ മത്സര നീന്തലൊക്കെ ആയിരുന്നു. ഇനി മൊത്തത്തിലുള്ള എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഫാമിലിയായിട്ടൊക്കെ നല്ലൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തായാലും റിസോർട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ആലപ്പുഴയിലാണിത്, സ്റ്റെർലിംഗ് ലേക്ക് പാലസ് റിസോർട്ട്. മറന്നു പോകരുത്. സോ ബൈ.